ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.2 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സ്പെറിക്കൽ ഗ്ലാസ് വെസൽ ഹാസ് എ സിലിണ്ടർ നെക്ക് 8 സെന്റിമീറ്റർ ലോങ് 2 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. അപ്പോൾ ഒരു സ്പെറിക്കൽ ഗ്ലാസ് വെസലിൻ്റെ സിലിണ്ടറിക്കൽ നെക്കിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ ഈസ് 2 സെന്റിമീറ്റർ. അപ്പോൾ സ്പെറിക്കൽ ഗ്ലാസ് വെസൽ ഇതിൻ്റെ താഴ്ഭാഗം സ്ഫിയറിൻ്റെ ഷേപ്പിലാണ്, നെക്ക് സിലിണ്ടറിൻ്റെ ഷേപ്പിലുമാണ് തന്നിട്ടുള്ളത്. ദ ഡയമീറ്റർ ഓഫ് ദി സ്ഫെറിക്കൽ പാർട്ട് ഈസ് 8.5 സെൻറ്റിമീറ്റർ. അതായത് ഈ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഈ പാർട്ടിൻ്റെ ഡയമീറ്റർ 8.5 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ബൈ മെഷറിംഗ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഇറ്റ് ഹോൾഡ്സ് എ ചൈൽഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം ടു ബി 345 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ഒരു ചൈൽഡ് കണ്ടുപിടിച്ചത് എത്രയാണ്? 345 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ്. ചെക്ക് വെദർ ഷീ ഈസ് കറക്റ്റ്. അവൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ടേക്കിംഗ് ദ എബവ് ആസ് ദി ഇൻസൈഡ് മെഷർമെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ മുകളിൽ തന്നിട്ടുള്ളതൊക്കെ ഇൻസൈഡ് മെഷർമെൻറ്റുകളാണ്. പൈ 3.14 എന്ന് എടുക്കാനും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി കണ്ടുപിടിച്ചത് 345 സെൻറ്റിമീറ്റർ ക്യൂബ് ഇതിന് വോളിയം ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് അവൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ആണോ എന്ന് പറയണം. ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ആദ്യം നമുക്ക് സ്ഫിയറിൻ്റെ എഴുതാം. സ്ഫിയറിൻ്റെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് 8.5 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് റേഡിയസ് എന്ത് വരും? 8.5/2 സെൻറ്റിമീറ്റർ. ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അടുത്തത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്കറിയാം 8 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. റേഡിയസ് എന്ത് വരും? 2/2, ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കുക, ഇവിടെ രണ്ടിടത്തും റേഡിയസ് ഉണ്ട്, രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ R1 എന്നും ഒരെണ്ണത്തിന് R2 എന്നും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ D1 എന്നും D2 എന്നും കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു, ഇതിനകത്തുള്ള വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ഫിയറിൻ്റെ വോളിയവും സിലിണ്ടറിൻ്റെ വോളിയവും കൂടെ ചേരുന്നതാണ്. അപ്പോൾ വോളിയം ഓഫ് സ്ഫിയർ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു, സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 4/3 πr³ പ്ലസ് സിലിണ്ടറിൻ്റെ വോളിയം πr²h. ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് പൈ മാത്രമേ ഉള്ളൂ. R രണ്ടിനും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് അത് നമുക്ക് കോമൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൈ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. ബാക്കി 4/3 r³ പ്ലസ് r²h. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പൈ 3.14 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു 4/3 ഇൻറ്റു, അപ്പോൾ അതാ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സ്ഫിയറിൻ്റെ R നമ്മൾ R1 ആയിട്ട് എടുക്കുക, സിലിണ്ടറിൻ്റെത് R2 ആയിട്ട് എടുക്കുക. അത് നിങ്ങൾ പ്രത്യേകം ഇവിടെ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. R1 എത്രയാണ്? 8.5 ആണല്ലേ. അപ്പോൾ 8.5/2 ആണ് R1. അത് ക്യൂബ് ഉണ്ട്. അപ്പോൾ 3 ടൈംസ് നിങ്ങളിവിടെ എഴുതുക കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. /2 പ്ലസ് ഇനി R2². R2 ഈസ് 1. അപ്പോൾ 1 × 1, h ഈസ് 8. ഇനി കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഈ 2ഉം 2 2s are 4. ഈ 4ഉം ഇതും കൂടെ കട്ട് ചെയ്യുന്നു. 3.14 ഇൻറ്റു, ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തണം. 8.5 × 8.5 × 8.5 എല്ലാം കൂടെ ചെയ്താൽ എന്ത് വരും? അപ്പോൾ 85 × 85 × 85 ചെയ്ത് നോക്കണം. 85 × 85, 5 5s are 25, 8 5s are 40, 40 plus 2 42, 8 5s are 40, 8 8 are 64 plus 4 68. അപ്പോൾ 5 2 12 7. ഇനി വീണ്ടും ഒരു 85 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 5s are 25, 2 5 2s are 10 plus 2 12, 5 2s are 10 plus 1 11, 7 5s are 35 plus 1 36, 8 5s are 40, 8 2s are 16 plus 4 20, 8 2s are 16 plus 2 18, 7 8 are 56 plus 1 57, 5 2 1 16
14, 10 plus 1, 11, 6. അപ്പോൾ നമുക്ക് 614125 എന്ന് കിട്ടി. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസസ് ഉണ്ട്. അപ്പോൾ അതാ 4 കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ 3 2s are 6 പ്ലസ് 8. അപ്പോൾ നമ്മൾ 614125 ഇവിടെ പോയിന്റ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 6 1 6 0. നമ്മൾ 1 എഴുതി. അപ്പോൾ 6 കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 4ഉം കൂടെ താഴേക്ക് എഴുതുന്നു. 2 6 2s are 12. 4 minus 2 is 2. ഇനി നമ്മൾ 1 താഴേക്ക് എഴുതുന്നു. ഇവിടെ പോയിന്റ് ഇടുന്നു. 6 3s are 18. 21 minus 18 is 3. ഇനി 2 താഴേക്ക് എഴുതുന്നു. 32. 6 5s are 30. 2 25. 6 4s are 24. Remainder is 1. അപ്പോൾ നമുക്ക് ഇത്രയും മതി. അപ്പോൾ എന്തെഴുതാം? 3.14 into 102.354 plus 8. ഇതിൻ്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3.14 into ഇതിൻ്റെ കൂടെ 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? 102 plus 8 is 110.354 എന്നാകും. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തെറ്റാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 110.354 into 314. അപ്പോൾ നിങ്ങൾ ഡെസിമൽ പോയിന്റ് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 4 4s are 16. 5 4s are 20 plus 1 21. 4 3s are 12 plus 2 14. 4 into 0 0 plus 1 1 4 4. 1 into 4 4. 1 into 5 5. 1 into 3 3 0 1 1. 4 3s are 12. 5 3s are 15 plus 1 16. 3 3s are 9 plus 1 10. 1 3 3. 6 4 plus 1 5. 5 plus 1 9 10 11. 2 5 11. 4 plus 1 5. 4 5 6 4 3. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 4 6 5 1 1 5 6. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 ഡിജിറ്റ്. അപ്പോൾ 1 2 3 4 5. ഇതാ ഇവിടെ നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം. സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 346.51156 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ്. അപ്പം ചൈൽഡിന് കിട്ടിയത് എത്രയായിരുന്നു? 345 ആണ് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ആണോ? അല്ല. നമുക്ക് കിട്ടിയതും ആ കുട്ടിക്ക് കിട്ടിയതും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഷീ ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് ഷീ ഗോട്ട് വോളിയം 345 സെൻറ്റിമീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഈ ക്വസ്റ്റ്യനുകളെല്ലാം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇക്വേഷൻസും കാണാതെ പഠിക്കുക, ഫിഗറും കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇനി പുതിയൊരു ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പുറകാലം ഞാനിതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കറക്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.